ഇങ്ങോട്ട് വേഗം വന്നാ ചൈന ഒരാളുടെ പേരേക്ക് വിളിച്ചാലേ സമൂഹത്തേക്ക് ചൊല്ലണം. എന്താ മനസ്സിൽ ഇത് കരിമ്പലപ്പെട്ട വീണതല്ലേ? വല്ലാത്തൊരു മനസ്സിൽ. അത് ശരി, ഇത് കരിമ്പലപ്പെട്ടായിരുന്നോ? അല്ല ഞാനങ്ങോട്ട് നന്നായി. ഞാൻ അത്യാവശ്യം കയ്യിരിപ്പൊക്കെ കയ്യിലുള്ള കാരണേ അത് ചോടിച്ച് മാറി ഇജ്ജറ്റാവണ്ടായിരുന്നു, കാണായിരുന്നു എന്നാ. അതെ അതെ, അതിപ്പോ നമ്മള് കണ്ട്. അതിന്റെ സൈന അവിടെ നിന്ന് ഒപ്പന കളിക്കാണ്ട് ഇങ്ങോട്ട് വന്നാ ആ കരിമ്പനക്ക് നിച്ചല്ല കുഞ്ഞാപ്പൂന്റെ കെട്ടോളാണെന്ന്. ഇങ്ങോട്ട് പോരെ. പിന്നെ ആ പട്ട വീണ് മജ്ജത്തായി കഴിഞ്ഞാൽ കാണാൻ ഒരു ചേരും ഉണ്ടാവില്ല. അല്ല വരികയാണ് നിങ്ങൾ നടന്നോളി. ആ ഗോപാലിന്റെ മരം പൂവാണ് തോന്നുന്നത്. ഇപ്പൊ തന്നെ ഓനല്ല കുടിന്ന് ഇറങ്ങി വരുന്നത്. ആരത്? കുഞ്ഞാപ്പുക്ക് സേനത്തെ എന്ത് സുഖല്ലേ? സുഖാണ് മോനെ. ഓണായിട്ട് സിന്ധു വന്നില്ലേ? ഞാനും സിന്ധു ഇന്നലെ വന്നതാണ്. അപ്പൊ അവളിന്ന് വരുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ 2 ദിവസം കഴിഞ്ഞിട്ട് അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ വരണം. അത് നന്നായി മാനെ. ഏതായാലും ആ തന്തിയും തള്ളി ഒറ്റക്കല്ല ഇവിടെ ഉള്ളൂ. അല്ല ഇജ്ജ് ചോറുന്നില്ലേ? ഞാൻ ഇപ്പൊ കഴിച്ചോളൂ. പോയിട്ട് കുറച്ച് തിരക്കുണ്ടേ. അച്ഛനമ്മയും പറഞ്ഞു നിങ്ങൾ വരുന്നു പറഞ്ഞു. അവര് കാത്തിരിക്കണ്ട അവിടെ. ഞങ്ങൾ അങ്ങനെയാണ്. ഓണായാല് ഞാനും കെട്ടിയോളും ഇവിടെ, പെരുന്നാളായ ഓനും കെട്ടിയോളും ഞമ്മളോടെ. അതൊക്കെ ഒരു രസാണ്. അത് ശരിയാണ്. എന്നാ ശരി, ഞാൻ വരട്ടെ. ഇനി വരുമ്പോഴേ അങ്ങോട്ടൊക്കെ ഇറങ്ങുമാനേ. ശരി. ഓവാലോ ഓവാലോ ഓണാവാല. ഓണാവാലിനല്ലേ ഈ വരുന്നത്? ഇങ്ങക്ക് എന്താ മനസ്സിലാ? ഗോപാലെന്ന് വിളിക്കാൻ അറിയില്ലേ? എന്റെ സൈന, അവന് ഗോപാല എന്ന് വിളിക്കാൻ അറിയാഞ്ഞിട്ടല്ല, അവന്റെ കുട്ടിക്കുറുമ്പ് ഇപ്പോഴും മാറിയിട്ടില്ല. പണ്ട് ഞങ്ങൾ ചെറുപ്പത്തിൽ അവനെ വിളിച്ചിരുന്നൊരു പേരുണ്ടായിരുന്നേ. എന്ത് കുഞ്ഞാപ്പൂന്നാണ് ഞാൻ പറയണോ? കുഞ്ഞാപ്പോ പൊന്നാര ഗോപാല ചതിക്കല്ലേ ജി. അതിന് നിങ്ങളെ കണ്ട ഇപ്പോഴും കുട്ടിയാന്നാ വിചാരം. അല്ലടോ, അനക്ക് ഈ ഓണായിട്ടെങ്കിൽ ഈ കൈക്കോട്ടൊന്ന് നിലത്ത് വെച്ചൂടെ? അതൊന്നുമില്ലടോ. മഴ പെയ്തപ്പോഴേ അത് അവിടുന്ന് ആ പറമ്പെന്നുള്ള വെള്ളം മുഴുവൻ അങ്ങനെ ദൂരെ കുത്തിയൊലിച്ച് പോവാണേ. അപ്പൊ അതൊന്ന് കെട്ടി വെക്കാൻ വേണ്ടി പോയതാ, അല്ലാതൊന്നുമില്ല. നിങ്ങൾ വാ. മോളെ സിന്ധു, നിങ്ങളിരിക്കേ. കുഞ്ഞാപ്പുക്ക, സൈനാത്ത, എന്താ മോളെ സുഖല്ലേ? സുഖാണ്. അന്റെ കെട്ടിയോനെ നമ്മള് കണ്ട്. നമ്മളിങ്ങോട്ട് കേറുമ്പോ ഓൻ അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് പോണെന്ന് വെച്ചു. ഇവിടെ അമ്മ സുഖമില്ലാണ്ട് കിടക്കല്ലേ. അത് നന്നായി മോളെ. അച്ഛനക്ക് ഓണായിട്ട് ഇവിടെ ഒരാളായില്ലോ. അല്ലടോ, ഓൾക്കിപ്പോ എങ്ങനെയുണ്ട്? നടക്കാനൊന്നും ആയില്ല അല്ലേ? അതൊന്നും ആയിട്ടില്ലടോ. നടക്കാതൊന്നും ആയിട്ടില്ല. അതിപ്പോളേ പിന്നെ വയസ്സും ആയതല്ലേ. അപ്പൊ അത് പതുക്കെ ആവുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്തായാലും ഇപ്പൊ ഇത്രയും പേരൊക്കെ ആയി കിട്ടിയില്ലേ, ശരിയാവും. അല്ലാതെന്താ. എന്തായാലും പഠിച്ചവന്റെ കൃപ കൊണ്ട് ഇത്രയും ആയി കിട്ടിയില്ലേ, എല്ലാം ശരിയാവും. എന്നാ നിങ്ങള് വർത്താനം പറഞ്ഞിരിക്കേ, ഞങ്ങള് ജാനുവിന്റെ അടുത്തുണ്ടാവും. വാ മോളെ. എല്ലാം റെഡി ആണെങ്കിൽ കഴിക്കുക. ഒക്കെ റെഡിയാണ്. ഞാനും സൈനാത്തും കൂടി അമ്മേനെ ഭക്ഷണം കഴിക്കണോടത്ത് കൊണ്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാലോ. അത് നന്നായി. ശരി, എന്നാ കഴിക്കുക. വരി.
ഊണ് ഉസാറായി. സിന്ധുമോൾക്ക് എന്തായാലും ജാനുവിന്റെ കൈപ്പുണ്യൊക്കെ കിട്ടി. അതന്നെ ജാന് വെച്ചിട്ടുണ്ടാക്കണ പോലെ തന്നെ ഉണ്ട്. ആ അത് കല്യാണത്തിന് മുന്നേ തന്നെ വീട്ടുപണി മുഴുവനെ ജാനു പഠിപ്പിച്ചിട്ട് അവളെന്നാട് വിട്ടതേ. അതിന്റെ ഒരു ഇതാണത്. അങ്ങനെ വേണം, കേട്ട് പഠിച്ചി. എന്നാ ഞങ്ങളായിട്ട് ഇറങ്ങട്ടെ ഗോപാല. നാളെ സിന്ധോ ഞങ്ങൾ ഇറങ്ങാനട്ടാ. പോവായോ? ആ ജാനുവിനോട് പറഞ്ഞിട്ട് വരാം. അങ്ങനെ ഇപ്രാവശ്യത്തെ ഓണം ഉസാറായി. അപ്പൊ ശരി കോവാല. മറ്റത് പറയണോ കുഞ്ഞപ്പോ? ശരി ശരി.